1971 ഇൻഡോ പാക് വാർ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു മുന്നറിയിപ്പും കൂടാതെ പാകിസ്ഥാൻ മിലിറ്ററി നമ്മുടെ ഇന്ത്യയെ ആക്രമിച്ചു. എന്നിട്ട് മടി പതറാതെ ഇന്ത്യ തിരിച്ച് ഫുൾ ഫോഴ്സിലും പാകിസ്ഥാനെ തിരിച്ചാക്രമിച്ചു. ഇന്ത്യയുടെ തിരിച്ചടി താങ്ങാൻ കഴിയാതെ, ഒറ്റയ്ക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാതെ പാകിസ്ഥാൻ അന്നത്തെ വൻ ശക്തികളായ അമേരിക്ക, ബ്രിട്ടൻ, ചൈന എന്നിവരുടെ സഹായം തേടുകയാണ്. അങ്ങനെ ഈ 4 കൂട്ടരും ഒരുമിച്ച് നമ്മുടെ ഇന്ത്യയെ ആക്രമിക്കാൻ തുടങ്ങി. ഇന്ത്യ ഈ യുദ്ധം തോറ്റു കൊടുക്കണമെന്ന ആവശ്യമായിട്ട് ബ്രിട്ടനും അമേരിക്കയും ഇന്ത്യൻ കടൽ തീരങ്ങളിലേക്ക് യുദ്ധ കപ്പലുകളുമായി അടുത്തു. ശരിക്കും പറഞ്ഞ ഇന്ത്യക്കെതിരെ ഒരു ലോക പകുതിയോളം യുദ്ധത്തിന് വന്ന സമയങ്ങളായിരുന്നു അത്. എന്നാൽ നിസ്സഹായരായി ഒറ്റപ്പെട്ട് നിന്ന് നമ്മുടെ ഇന്ത്യയെ സഹായിക്കുവാൻ അന്ന് ഒരേ ഒരാളെ ഉണ്ടായിരുന്നു, റഷ്യ. നമ്മുടെ സ്വന്തം റഷ്യ. അന്ന് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയെ ആക്രമിക്കാൻ വന്ന ആ 4 രാജ്യങ്ങളുടെ വിദ്വേഷം റഷ്യ സ്വയമേ ഏറ്റെടുത്ത് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ദിനങ്ങളായിരുന്നു അന്ന്. റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ, പട്ടാളക്കാർ, കപ്പലുകൾ, മുങ്ങിക്കപ്പലുകൾ എന്ന് വേണ്ട റഷ്യയുടെ മിലിറ്ററി ഫോഴ്സിലുള്ള എല്ലാമായിട്ട് റഷ്യ ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിലും കടലിലും നിരന്നു. എന്നിട്ട് റഷ്യയുടെ ഒരു പ്രഖ്യാപനമുണ്ട്: ഇനി നിങ്ങൾ ഇന്ത്യയെ ആക്രമിച്ചാൽ അത് റഷ്യയെ ആക്രമിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ഈ യുദ്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങളുടെ നല്ലതിനു വേണ്ടി ആകില്ല എന്ന് റഷ്യ പറഞ്ഞതും